അപ്പോൾ ഇന്ന് നമ്മളുള്ളത് അബുദാബി സംഹയിലെ മാമാസം ഗ്രീൻ ഫാമിലാണ് നമ്മളുള്ളത്. ഇവിടെ തികച്ചും ഫ്രീ ആണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് അബുദാബി ഹെത്തിഹാദ് റെയിൽ സ്റ്റേഷനാണോ എന്നൊരു തോന്നിപ്പോവും. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ പുറം കാണാൻ. പക്ഷേ അകത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ വിശേഷം കാണാൻ കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊന്ന് കറങ്ങി കണ്ടു നോക്കാം. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഒത്തിരി എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുറേ ഓറഞ്ച് മരങ്ങളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കയറാൻ തിരക്ക് കുറവാണ്, ഫ്രീ ആയതുകൊണ്ട് ആളും കുറവാണ്. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും വെക്കേഷന് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും തിരക്ക് കുറവ്. ഇനിയിപ്പോൾ തണുപ്പ് സീസൺ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇതിനകത്ത്. ഇനി ചിലപ്പോൾ ഫീസ് വെച്ചാലുമായി. അത്ര മനോഹരമാണ് ഇതിനകത്തെ കാഴ്ചകൾ കാണാൻ തന്നെ. ഒരുപാട് ഫ്രൂട്ട്സ് മരങ്ങളും ഒക്കെ ആയിട്ട് ഇതിനകത്ത് ഓറഞ്ച് മുതൽ നമ്മുടെ നല്ല നാടൻ വാഴക്കൊല വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്ന നല്ല മൾബറിയാണ്. മൾബറി, നല്ല റെഡ് മൾബറിയാണ് ഇതിനകത്തുള്ളത്. അത് കഴിഞ്ഞതാ ഇതാണ് ആപ്പിൾ മരം. ആപ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ നിൽക്കുന്ന എല്ലാ ആപ്പിൾ മരങ്ങളാണ്, ചെറിയ ആപ്പിൾ മരങ്ങൾ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗാണ് ഇതിനകത്തുള്ളത്. പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള സ്പ്ലേസ് ഇതിനകത്ത് തന്നെ വേറെ ഉണ്ട്. ഒരു നല്ലൊരു തോട്ടത്തിൽ, ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തിൽ കയറിയതുപോലെ പ്രതിനിധിയാണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ട നല്ല റെഡ് ബ്ലൂബെറിയാണ് ഇത് കാണുന്നത്. ഇത് തൊടാനോ പറിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് ആപ്പിളിൻ്റെ വേറൊരു ഇതാണ്. മൾബറി ഒത്തിരി ഉണ്ട് കേട്ടോ അതിനകത്ത്. റെഡ് ബ്ലൂബെറിയും മൾബറിയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടെ ഓറഞ്ച് മരങ്ങളുണ്ട്. ഓറഞ്ച് ഇഷ്ടം പോലെ കൊല കുത്തി കിടക്കുന്ന ഓറഞ്ചുകളാണ്. അവക്കാട മുതൽ ഇഷ്ടം പോലെ അവക്കാട ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. നല്ല വലിയ ലെമൺ ഉണ്ടല്ലോ, നാരങ്ങ. അത് കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇത് വേറൊരു ഇനം ഓറഞ്ചാണ് ഈ കാണുന്നത്. ഓറഞ്ച് തന്നെ 3-4 ഐറ്റം ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇത് ക്യാബേജാണ്. ക്യാബേജ് കഴിഞ്ഞാൽ അടുത്ത ഓറഞ്ചിൻ്റെ മറ്റൊരു ഇനമാണ്. ഈ കാണുന്നതാണ് കക്ക ഫ്രൂട്ട് എന്ന് പറയുന്നത്. കക്ക ഫ്രൂട്ടിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞതാ ഇതാണ് നാരങ്ങ. വലിയ നാരങ്ങയാണ്, ലെമൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കറി വയ്ക്കാം. ഇത് പറിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് കറി വയ്ക്കാം. നമ്മളിപ്പോൾ അടുത്ത അത്തയിൽ പോയപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ കറി വെച്ച് വയ്ക്കുക. എന്താ അടിപൊളി അച്ചാറെന്നറിയോ. ഇതിട്ട് അച്ചാറിടാൻ സൂപ്പറാണ്. ഇത് ഈ നാരങ്ങ ഒരുപാടുണ്ട് അവിടെ. അടുത്തത് അവക്കോട മരമാണ് ഈ കാണുന്നത്. അവക്കോട 3-4 ഇനം അവക്കോടയുണ്ട്. ഇഷ്ടം പോലെ പിടിച്ച് കിടപ്പുണ്ട് അതിനകത്ത് ടച്ച് ചെയ്യുന്ന കണ്ട അവർ വഴക്ക് പറയും. ഈ കാണുന്ന എല്ലാം അവക്കോട മരങ്ങളാണ്. അവക്കോട അങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഇഷ്ടം പോലെ. ഇത് ഫിഗിൻ്റെ വേറൊരു ഐറ്റമാണ്. അടുത്ത പാഷൻ ഫ്രൂട്ട് ഒരുപാട് അങ്ങനെ ഉണ്ട്. ഒരുപാട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുണ്ട്. പല ഇനം പാഷൻ ഫ്രൂട്ടുകളുണ്ട്. ഈ കാണുന്ന മൊത്തം പാഷൻ ഫ്രൂട്ടാണ്. ഇത് ഓറഞ്ച്
ഓറഞ്ച് മരം കൊല കുത്തി കിടക്കുന്ന ഓറഞ്ചുകൾ കണ്ടിട്ടുണ്ടോ? ഇതാ അതേ മോഡലാണ് ഇതായി കാണുന്ന ഓറഞ്ചുകൾ ഇങ്ങനെ കൊല കുത്തി കിടക്കുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന വാഴത്തോട്ടത്തിലേക്കാണ്. ഈ കാണുന്ന മൊത്തം വാഴക്കൊലയാണ്. ഈ വാഴക്കൊലയുടെ പേര് എനിക്കറിയില്ല. ഇത് നല്ല പഴുത്ത് നിൽക്കുന്ന വാഴക്കൊലയാണ്. ഇത് ജാമ്പയ്ക്ക അറിയാം, നമ്മുടെ നാട്ടിലെ നാടൻ ജാമ്പയ്ക്കയാണിത്. ഈ കാണണം, ഇത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.